പിന്നെ ഇറേസറിനെ കുറിച്ചാണ്. ഇറേസർ അല്ലേ, അത് തൊട് റബ്ബർ. ആദ്യത്തെ തൊട് റബ്ബർ ഏതാണ്? നമ്മുടെയൊക്കെ ഫേവറിറ്റ് കുഞ്ഞിലത്തെ അല്ലേ, മഷിത്തണ്ട്, വെറ്റമഷി. വെറ്റമഷി എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയാനാണ്. ഇത് ഞങ്ങൾക്ക്, അതായത് എൻ്റെ വീട്ടിൽ അവിടെ തലമുറകളായിട്ട് പഠിപ്പിച്ചു വന്നിരുന്ന ആശാങ്കളരിയുണ്ട്. ഇപ്പം പക്ഷേ ഇല്ല, ആർക്കും പഠിപ്പിക്കാൻ താല്പര്യമില്ല. കൊച്ചു കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഇത്തിരി പ്രയാസമുള്ള പണിയാണ്. ഇപ്പോൾ വിവാഹം കഴിച്ച് വന്നിട്ടുള്ള ഈ തലമുറയിലെ ആർക്കും തന്നെ അതിനോട് താല്പര്യമില്ല. മറ്റ് ജോലികൾ അറിയാവുന്നതുകൊണ്ട് അവരവരുടെ വഴിക്ക് പോയേക്കാണ്. പിന്നെ അതിന് പറ്റിയ ആളുകളില്ലാത്തതുകൊണ്ട് അത് ഇപ്പോൾ ഇല്ല. പണ്ട് മുതലേ എൻ്റെ അച്ഛൻ്റെ അപ്പച്ചി, വല്യപ്പച്ചി, അങ്ങനെ പഴയ ഒരു തലമുറ ഉണ്ട്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. അവരൊക്കെ പഠിപ്പിച്ച് ഇങ്ങനെ വന്നതാണ്. ഞാനും പഠിച്ച് ആ ഒരു ഡിഗ്രി ആ ഒരു സമയമൊക്കെ ആയപ്പം എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാനും പോയിരിക്കും. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യം എന്താണെന്നറിയാമോ? ഉച്ച സമയത്ത് അംഗൻവാടി പോലല്ലല്ലോ ഈ ആശാങ്കളരി എന്ന് പറഞ്ഞപ്പോൾ, അവിടെ നമ്മൾ ഉച്ചകാലത്തേക്കുള്ള ചോറ് കൊണ്ടുവരികയാണ്. അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ ഉച്ച സമയമാകുമ്പോഴത്തേക്കും അമ്മമാർ അല്ലെങ്കിൽ അമ്മമ്മമാരൊക്കെ ചോറ് കൊണ്ടുവരും. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? എൻ്റെ അമ്മയടുത്ത് പറയും എനിക്കിതുപോലെ വേണമെന്ന് പറയും. അപ്പം എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിലെ സ്ഥലത്താണ് ഈ ആശാങ്കളരി ഉള്ളത്. അപ്പം ഞാൻ എന്ത് ചെയ്യുക, അവിടെ നിന്ന് കുട്ടികൾക്കെല്ലാം ചോറ് കൊടുക്കുന്ന സമയത്ത് അവരെ ഇങ്ങനെ ചാക്കാണ് കേട്ടോ, ഒരു ചാക്ക് ഇങ്ങനെ വിരിച്ചിട്ട് മണ്ണ്, ഓലയൊക്കെ മേഞ്ഞിട്ടുള്ള മേൽക്കൂര, പിന്നെ സൈഡിൽ ഓല കൊണ്ട് മറച്ചതാണ്. എന്നിട്ട് അതിൽ ആശാട്ടിക്കിരിക്കാൻ ഒരു ചെറിയ ഒരു വീതിയുള്ള ഒരു കഷ്ണം പലകയാണുള്ളത്, പലക. അപ്പം ഞാൻ ചെല്ലുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ചെന്നാലുടനെ അകമെല്ലാം തൂക്കും. മണ്ണ് മാത്രമേ ഉള്ളൂ, മണ്ണല്ല. അപ്പം അകമെല്ലാം ഇങ്ങനെ തൂക്കും. പിള്ളേരെന്തെങ്കിലുമൊക്കെ പേപ്പർ കഷ്ണമൊക്കെ കാണും. അപ്പോൾ അകമെല്ലാം തൂത്തിട്ട് അത് എല്ലാം വെളിയിലിറക്കിയിട്ട് ഈ ചാക്കെല്ലാം നന്നായിട്ട് കുടഞ്ഞ് മടക്കി അവർക്കിരിക്കാനുള്ള ഭാഗത്ത് മാത്രമായിട്ട് മടക്കി ഇങ്ങനെ വിരിക്കും, സൈഡിലോട്ട് ചേർന്ന്. അങ്ങനെ രണ്ട് സൈഡിലും കുട്ടികൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങേ അറ്റത്ത് ഒരു ബെഞ്ചുണ്ട്. അവിടെയാണ് കുട്ടികളുടെ ബാഗ് വെക്കാറുള്ളത്. അവിടെ വയ്ക്കും. ആഹാരം കൊണ്ടുവരുന്നതും അവിടെ വയ്ക്കും, വെള്ളവും എല്ലാം. ഇപ്പുറത്തെ സൈഡിൽ വാതിലിൻ്റെ അവിടെ തന്നെ അവരെ നോക്കിക്കൊണ്ട് ആശാട്ടിയിരിക്കും. ആ ഒരു പലകയുണ്ട്. ബാക്കിയുള്ളവർക്കൊക്കെ ചാക്കിലാണ് ഇരിക്കുന്നത്, ചാക്കിങ്ങനെ മടക്കിയിട്ടിട്ട്. പിന്നെ മണ്ണിലാണ് എഴുത്ത്. ആദ്യം അവരെല്ലാം ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോരുത്തരും കയറിയിരിക്കും. ആദ്യം ഭയങ്കര ബഹളമായിരിക്കും ചില കുട്ടികൾ, നല്ല രസമാണ്. ബഹളമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കയറി അങ്ങനെ നിരന്നിരിക്കും. ഇരുന്ന് കഴിഞ്ഞിട്ട് ബഹളമൊക്കെ ചിലരൊക്കെ അമ്മമാർ വെളിയിൽ കാണും. അതെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ഇഷ്ടം പോലെ കുട്ടികളാണ്. അപ്പം രണ്ട് സൈഡിലായിട്ടിരിക്കും. ചിലർ ആദ്യമൊക്കെ മടിയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ അമ്മമാരൊന്ന് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഉച്ചവരെയൊക്കെ ഇരിക്കുള്ളൂ. ഇന്ന് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം തൊട്ട് അക്ഷരങ്ങളൊക്കെ ആദ്യം ചൊല്ലും, പിന്നെ ഓരോരുത്തരെ ആയിട്ട് എഴുതിപ്പിക്കും. നമ്മുടെ അടുത്ത് ഇരുത്തി എഴുതിപ്പിക്കും, പറഞ്ഞു കൊടുക്കും, പിന്നെ ബുക്കിൽ എഴുതി കൊടുക്കും, പിന്നെ സ്ലേറ്റിൽ എഴുതി പഠിക്കും അല്ലേ. അപ്പോൾ ഉച്ച സമയം എനിക്ക് എന്ന് വെച്ചാൽ ഞാൻ അപ്പുറത്തുനിന്ന് ഇവരെ ഈ ചാക്ക് നിവർത്തും. അപ്പം ചോറ് ഉണ്ണുന്ന സമയമാകുമ്പോൾ ഈ ചാക്ക് നിവർത്തി ഇങ്ങനെ നമ്മൾ വട്ടത്തിലൊക്കെ ഇരുന്ന് കഴിക്കുന്നല്ലേ, അതേപോലെ ചാക്ക് ഫുള്ള് നിവർത്തിയിട്ടിട്ട് എല്ലാവരെയും ഇരുത്തി. ചിലരൊക്കെ ഉച്ചയ്ക്ക് വീട്ടിലേക്ക് പോകുന്നവരുണ്ട്, അടുത്തൊക്കെ വീടാണെങ്കിൽ. ഇല്ലെങ്കിൽ ഉച്ചയ്ക്ക് അവർ കൊണ്ടുവരും, അല്ലെങ്കിൽ ചിലർ രാവിലെ കൊണ്ടുവരും. ദൂരെയൊക്കെ ആണെങ്കിൽ ദൂരെ നിന്നൊക്കെ വരും കുട്ടികൾ. അറിയപ്പെടുന്ന ഒരു കളരിയായിരുന്നു. അപ്പം അവരെല്ലാം ഇങ്ങനെ വട്ടത്തിലങ്ങനെ ഇരിക്കും. അപ്പം എല്ലാവരുടെയും പാത്രം ഇങ്ങനെ ഞാൻ തുറന്നിങ്ങനെ കൊടുത്ത് വെള്ളവും അവരുടെ അടുത്ത് വെച്ചേക്കും.
വെച്ചിട്ട് ഓരോരുത്തരും നമ്മൾ ഇന്നത്തെ രീതിയിലൊന്നും സ്കൂളിലൊക്കെ ആകുമ്പോൾ കറിയൊക്കെ ഇങ്ങോട്ട് കൊടുക്കില്ല, അങ്ങനൊന്നുമില്ല. അവർക്കിഷ്ടമുള്ളത്. പിന്നെ ചിലർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കറി കുറവോ ചിലർക്ക് ഇഷ്ടമില്ലാത്ത കറികളൊക്കെ കാണും. പറയും ആ ചേട്ടി വേണ്ട, ഇതെനിക്കിഷ്ടമല്ല എന്ന് പറയും. അങ്ങനെയൊക്കെ പറഞ്ഞ് കഴിക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് എടുത്തു കൊടുക്കാനുള്ള ഒരു അവകാശമുള്ള ആരെങ്കിലുമൊക്കെ കാണും. അപ്പോൾ എടുക്കുന്നതിന് പ്രശ്നമില്ലാത്ത, അപ്പോൾ അവരുടെ അടുത്തൊന്ന് ഇച്ചിരി കൊടുക്കും, ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കൊടുക്കും. എന്നിട്ട് ഞാൻ ഇവർക്ക് ചോറ് കൊടുത്തെല്ലാം എടുത്ത് വെച്ച് കഴിയുമ്പോൾ ഇവർ കഴിക്കാനിരിക്കുമ്പോൾ ഞാൻ അപ്പുറത്തുനിന്ന് വീട്ടിൽ നിന്ന് പോയി ചോറ് എടുത്തുകൊണ്ട് വന്ന് ഇവരുടെ കൂടെ വന്നിരുന്ന് കഴിക്കും. എന്ത് സന്തോഷമാണെന്നറിയാം എനിക്ക് അങ്ങനെ ഇരുന്ന് കഴിക്കാൻ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പം അവരുടെ ചോറൊക്കെ കഴിക്കുന്ന രീതിയൊക്കെ കാണും നമുക്ക് സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് ഇപ്പോൾ ഓർക്കുമ്പോൾ അതൊക്കെ ഒരു ഭാഗ്യമായിരുന്നു എന്ന് എനിക്കിപ്പം തോന്നാറുണ്ട്. അപ്പം അതാണ്. അപ്പം അന്നത്തെ കാലത്തെ തൊറബ്ബർ എന്ന് പറയുന്നത് വെറ്റമഷിയാണല്ലേ. ആ വെറ്റമഷി ഇങ്ങനെ മിക്കവാറും പേരൊക്കെ കൊണ്ടുവരും. അന്നൊക്കെ ഇഷ്ടം പോലെ നമ്മുടെ പറമ്പിലൊക്കെ ഉള്ള സാധനമാണ്. ഇപ്പോഴാണ് അതൊക്കെ കുറഞ്ഞത്. ഇപ്പോൾ ആർക്കും അറിയുന്നില്ല മിക്കവാറും തലമുറയിൽ. ഇതിങ്ങനെ കൊണ്ടുവന്ന് ഒരു തണ്ടിനൊക്കെ ചിലർക്ക് ഭയങ്കര ഡിമാൻഡാണ് തരാൻ. വലിയ വണ്ണമുള്ള തണ്ടൊക്കെ കാണും ചിലർ. പിന്നെ അതിൻ്റെ ഇല ചിലരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. ഭയങ്കര കൂട്ടുകാരൊക്കെയാണ്. വർത്താനൊക്കെ നല്ല രസമാണ് കുട്ടികളുടെ. അങ്ങനെ കൊടുക്കുന്ന ഒരിതുണ്ട് അല്ലേ, മഷ്തണ്ട്. അപ്പം ചിലർക്കൊക്കെ നമുക്ക് കുറേയൊക്കെ ചെറിയൊരു ഓർമ്മ കാണാം അന്നത്തെ അക്ഷരം പഠിക്കുന്നത് ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച്. ഓർത്തെടുക്കാൻ നല്ല രസമുള്ള നിങ്ങൾ ശ്രമിച്ച് നോക്കുക. പഴയ വെറുതെ ഇരിക്കുമ്പോൾ അതും ഇതും ചിന്തിക്കുന്ന സമയത്ത് ഈ പഴയ കുറേ കാര്യങ്ങൾക്ക് ഇങ്ങനെ ഓർത്തെടുക്കാൻ ശ്രമിക്കുക. എന്ത് സന്തോഷം കിട്ടും മനസ്സ് ഹാപ്പി ആകത്തില്ലേ. നമ്മളങ്ങ് ചെറുപ്പമായതുപോലെ തോന്നും. അപ്പോൾ ഈ മഷിത്തണ്ടിനെ കുറിച്ച് ഓർക്കണേ. ഒരു സംഭവം തന്നെയാണ് മഷിത്തണ്ട്. ഈയിടെ ഇവിടത്തെ പറമ്പിലിങ്ങനെ കണ്ടിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ ഹൃദയം മഷിത്തണ്ടെന്ന് പറഞ്ഞാൽ അത് ഞാനിങ്ങനെ കുറച്ചെടുത്തുകൊണ്ട് വന്ന് അവളുടെ കൊടുത്തു. എന്നിട്ടിങ്ങനെ പറഞ്ഞ് ഞാൻ അവളോട്, നമുക്ക് മനസ്സിലായോ എന്തോന്നും അറിയത്തില്ല. അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ ഇറേസർ അല്ലേ, തൊറബ്ബർ മഷിത്തണ്ട്. അതിനൊരു പ്രത്യേക ഒരു സ്മെല്ലും കൂടി ഇല്ലേ അല്ലേ. അതിങ്ങനെ ആ വെള്ളം ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോകും, ആ സ്ലേറ്റിൽ നിന്ന് അതിലിങ്ങനെ മായ്ക്കുന്നത്, ആ വെള്ളം ഇങ്ങനെ. പക്ഷേ പെട്ടെന്ന് വറ്റിപ്പോകില്ല. നല്ല ഒരു ഇതല്ലേ, നല്ലൊരു ഓർമ്മയല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓർമ്മകൾ ഞാൻ വീണ്ടും പങ്കുവയ്ക്കും. ഓക്കെ.